നമസ്കാരം. ലോകകപ്പിലെ ജൂലൈ 5 എന്നത് ഏപ്രിൽ 1 ഏപ്രിൽ ഫുൾ ദിനമായി മാറിയെന്ന് എനിക്കറിയില്ലായിരുന്നു. നമ്മളുടെ ഫുട്ബോളിനെയും അതിൻ്റെ കായിക മര്യാദകളെയുമാണ് പ്രതിരോധിക്കുന്നത് എന്നാണ് ബെൽജിയം പരിശീലകൻ റൂഡി ഗാർഷ്യയുടെ വാക്കുകൾ. ഈ വാക്കുകളിൽ പ്രകമ്പനം കൊള്ളുന്നത് കേവലം ഒരു തോൽവിയുടെ ഭയമല്ല, മറിച്ച് പണക്കൊഴുപ്പിനും രാഷ്ട്രീയ ഹസ്തങ്ങൾക്ക് മുന്നിൽ ലോക ഫുട്ബോളിന്റെ പരമാധികാര സംഘടനയായ ഫിഫ കമിഴ്ന്നു വീണതിന്റെ കടുത്ത അമർഷമാണ്. ഗ്രീൻവിച്ചിലെ പുൽത്തകിടികളെയും നിഷ്പക്ഷതയുടെ ചട്ടക്കൂടുകളെയും അട്ടിമറിച്ചുകൊണ്ട് കാൽപന്ത് കളിയിലേക്ക് ട്രംപിസം അത്യന്തം അപകടകരമായ രീതിയിൽ ആഴ്ന്നിറങ്ങിയിരിക്കുന്നു. USA ദേശീയ ടീമിന്റെ സൂപ്പർ സ്ട്രൈക്കർ ഫൊലാരിൻ ബലോഗന് ലഭിച്ച ചുവപ്പ് കാർഡ് വിലക്ക് അടിയന്തരമായി നീക്കിയ ഫിഫയുടെ നടപടി ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായമായി ഇതിനകം തന്നെ രേഖപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞു. തിങ്കളാഴ്ച ബെൽജിയത്തിനെതിരെ നടക്കാനിരിക്കുന്ന അതിനിർണായകമായ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിന് തൊട്ടു മുൻപാണ് നാടകീയമായി നാണംകെട്ട തീരുമാനം പുറത്തുവരുന്നത്. ജൂലൈ 1 ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയ്ക്കെതിരായ മത്സരത്തിൽ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായ താരം ഫിഫയുടെ കർശനമായ ചട്ടങ്ങൾ അനുസരിച്ച് അടുത്ത മത്സരത്തിൽ പുറത്താകേണ്ടിയിരുന്നു. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തിപരമായി ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയെ ഫോണിൽ വിളിച്ച് തന്റെ ശൈലിയിൽ സമ്മർദ്ദം ചെലുത്തിയതോടെ ഫിഫയുടെ അച്ചടക്ക സമിതി മുട്ടുമടക്കുകയായിരുന്നുവെന്ന് ബ്രിട്ടീഷ് മാധ്യമമായ ഡെയിലി മെയിൽ പുറത്തുവിട്ട വൈറ്റ് ഹൗസ് വൃത്തങ്ങളുടെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ലോകകപ്പിന്റെ സുതാര്യതയെയും കായിക മൂല്യങ്ങളെയും പൂർണ്ണമായും പരിഹസിക്കുന്ന ഈ നീക്കം പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി ഫിഫയ്ക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് തന്നെ പരസ്യമായി രംഗത്തെത്തി. വലിയൊരു അനീതി തിരുത്തിയതിനും ശരിയായ കാര്യം ചെയ്തതിനും ഫിഫയ്ക്ക് നന്ദി എന്നായിരുന്നു ട്രംപിന്റെ കുറിപ്പ്. നൊബേൽ സമാധാന പുരസ്കാരം ലഭിക്കാതെ പോയതിന്റെ തൊട്ടു പിന്നാലെ ട്രംപിനെ പ്രീതിപ്പെടുത്താനായി കഴിഞ്ഞ വർഷം ഫിഫ പ്രത്യേക പീസ് പ്രൈസ് പ്രഖ്യാപിച്ച് അദ്ദേഹത്തിന് കൈമാറിയിരുന്നു. അന്ന് ഇൻഫാന്റിനോയും ഫിഫയും ട്രംപിന് നൽകിയ സമ്മാനത്തിന്റെ തുടർച്ചയാണ് ഇപ്പോൾ കളി നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് നൽകിയിരിക്കുന്ന ഈ രണ്ടാമത്തെ അവിശുദ്ധ സമ്മാനമെന്ന് കായിക ലോകം ഒരേ സ്വരത്തിൽ കുറ്റപ്പെടുത്തുന്നു. ട്രംപിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം വൈറ്റ് ഹൗസ് ടാസ്ക് ഫോഴ്സ് മേധാവി ആൻഡ്രൂ ജൂലിയാനി, കൊമേഴ്സ് സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക് എന്നിവരടങ്ങുന്ന ഉന്നതതല നിയമ സംഘമാണ് ഈ ചുവപ്പ് കാർഡിനെതിരെ അതിവേഗം കരുക്കൾ നീക്കിയത്. റെഫറിമാർ സ്ലോ മോഷൻ റീപ്ലേകൾ കണ്ട് മാത്രമെടുത്ത തെറ്റായ തീരുമാനമാണിതെന്നും ബോധപൂർവമായ ഫൗളല്ലെന്നും കാണിച്ച് US സോക്കർ ഫെഡറേഷൻ നൽകിയ അപ്പീലിന് ട്രംപിന്റെ ഒരൊറ്റ ഫോൺ കോൾ കൊണ്ട് ഫിഫ നിയമസാധുത നൽകുകയായിരുന്നു. വൈറ്റ് ഹൗസിലേക്ക് ട്രംപ് തിരിച്ചെത്തിയത് മുതൽ ഇൻഫാന്റിനോയുമായി പുലർത്തുന്ന കടുത്ത വ്യക്തിബന്ധമാണ് ഇവിടെ ഫുട്ബോളിന്റെ അന്തസ്സ് പണയം വെക്കാൻ കാരണമായത്. ഫിഫയുടെ നഗ്നമായ പക്ഷപാതപരമായ തീരുമാനത്തിനെതിരെ ബെൽജിയം ഫുട്ബോൾ അസോസിയേഷൻ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു. ഫിഫയുടെ നടപടി കണ്ട് ഞങ്ങൾ അമ്പരന്നു പോയെന്നും കായികരംഗത്തെ ഫെയർ പ്ലേ തത്വങ്ങൾ സംരക്ഷിക്കാൻ അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതിയെ സമീപിക്കുന്നതുൾപ്പെടെയുള്ള നിയമപരമായ എല്ലാ വഴികളും തേടുമെന്നും ബെൽജിയം ഫുട്ബോൾ അസോസിയേഷൻ വ്യക്തമാക്കി. ബെൽജിയം ഗോൾ കീപ്പർ തിബോറ്റ് കോറ്റുവയും ഈ തീരുമാനത്തിലുള്ള തന്റെ അത്ഭുതവും അതൃപ്തിയും പരസ്യമായി പ്രകടിപ്പിച്ചു. ഫിഫയുടെ ഡിസിപ്ലിനറി കോഡിലെ ആർട്ടിക്കിൾ 27 ദുരുപയോഗം ചെയ്താണ് ഇപ്പോൾ ബലോഗന്റെ വിലക്ക് ഒരു വർഷത്തെ നിരീക്ഷണ കാലാവധിയോടെ താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ചുവപ്പ് കാർഡ് ലഭിച്ചാൽ അടുത്ത മത്സരത്തിൽ നിന്നും താരം സ്വയമേവ പുറത്താകുമെന്ന വേൾഡ് കപ്പ് റെഗുലേഷൻസിന്റെ ആർട്ടിക്കിൾ 10(5) തികച്ചും വിരുദ്ധമാണിത്. കഴിഞ്ഞ മെയ് മാസത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും അയച്ച ഫിഫയുടെ പ്രത്യേക സർക്കുലറിലും ഓരോ മത്സരത്തിന് മുമ്പുള്ള കോർഡിനേഷൻ മീറ്റിംഗുകളിലും കർശനമായി ഓർമ്മിപ്പിച്ചിരുന്ന ഈ നിയമമാണ് വൻ ശക്തിയുടെ ഭീഷണിക്ക് മുന്നിൽ ഫിഫ മാറ്റി എഴുതിയത്.